നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അമേരിക്കയിൽ നാളെ ഒറ്റ ദിവസം സർക്കാർ സർവീസിൽ നിന്നും രാജിവെക്കുന്നത് 1,00,000 പേർ. നടപടി വിവിധ വകുപ്പുകളുടെ പുനഃസംഘടനയുടെയും ചെലവ് ചുരുക്കലിൻ്റെയും ഭാഗമായി. എതിർപ്പുയർത്തിയ ഡെമോക്രാറ്റ് നേതാക്കളുമായി ട്രംപ് ചർച്ചയും നടത്തും. ചർച്ച പരാജയപ്പെട്ടാൽ കൂട്ട പിരിച്ചുവിടലിലേക്ക് നയിക്കുമെന്ന് ട്രംപിൻ്റെ ഭീഷണി. UAE-യിലേക്ക് സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ സന്ദർശക വിസയിൽ എത്തിക്കുവാനുള്ള മാനദണ്ഡങ്ങളിൽ വ്യക്തത വരുത്തിയ അധികൃതർ. അടുത്ത ബന്ധുക്കൾക്ക് കുറഞ്ഞത് 4,000 ദിർഹവും അകന്ന ബന്ധുക്കൾക്ക് 8,000 ദിർഹവും പ്രതിമാസ ശമ്പളം നിർബന്ധം. സുഹൃത്തുക്കളെ സ്പോൺസർ ചെയ്യാൻ പ്രതിമാസ ശമ്പളം വേണ്ടത് 10,000 ദിർഹം. ചരിത്രത്തിലില്ലാത്ത ധനപ്രതിസന്ധിയിൽ സംസ്ഥാനമെന്ന് പ്രതിപക്ഷം. പ്രതിസന്ധിയില്ലെന്നും ബുദ്ധിമുട്ടുണ്ടെന്നും ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു. ഒരു പദ്ധതിയും നിന്ന് പോയിട്ടില്ല എന്നും നികുതി വരുമാനം കൂടിയെന്നും അടിയന്തര പ്രമേയ ചർച്ചയിൽ വിശദീകരണം. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സുതാര്യമാക്കണമെന്ന പ്രമേയം പ്രതിപക്ഷ പിന്തുണയോടെ ഒറ്റക്കെട്ടായി പാസാക്കി നിയമസഭ. കരൂർ ദുരന്തത്തിൽ വിജയ്ക്കെതിരെ FIR-ൽ ഗുരുതര ആരോപണം. വരവ് മനഃപൂർവ്വം താമസിപ്പിച്ചെന്ന് FIR. 4 മണിക്കൂർ വൈകിയാണ് എത്തിയതെന്ന് റിപ്പോർട്ട്. 8-അംഗ സംഘത്തെ നിയോഗിച്ച് JP നദ്ദ. ഹേമമാലിനിയുടെ നേതൃത്വത്തിൽ NDA സംഘം കരൂരിലേക്ക്. പരിക്കേറ്റവരെ സന്ദർശിച്ച് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. ഏഷ്യ കപ്പ് മത്സരത്തിലെ വിവാദം കൊഴുക്കുന്നു. പാക് മന്ത്രി കൂടിയായ ACC ചെയർമാനിൽ നിന്ന് കപ്പ് സ്വീകരിക്കാതെ ഇന്ത്യൻ ടീം. മോസിൻ നഖ്വി ഹോട്ടലിലേക്ക് കടത്തിയ ട്രോഫി തിരികെ നൽകണമെന്ന് BCCI. ICCക്ക് പരാതി നൽകും. ഏഷ്യ കപ്പ് ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അഭിനന്ദന പ്രവാഹം. അമേരിക്കയിൽ നാളെ ഒറ്റ ദിവസം സർക്കാർ സർവീസിൽ നിന്നും രാജിവെക്കുന്നത് 1,00,000 പേർ. വിവിധ വകുപ്പുകളുടെ പുനഃസംഘടനയുടെയും ചെലവ് ചുരുക്കലിൻ്റെയും ഭാഗമായി ട്രംപ് ഭരണകൂടം നടപ്പാക്കുന്ന സ്വയം വിരമിക്കൽ പദ്ധതി പ്രകാരമാണ് കൂട്ടരാജിയെന്നാണ് റിപ്പോർട്ട്. ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾക്കുള്ള ഫണ്ട് ഉറപ്പാക്കുവാനുള്ള ബിൽ പാസാക്കാൻ എതിർപക്ഷമായ ഡെമോക്രാറ്റുകൾ വിമുഖത കാട്ടുന്നത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ട്രംപും ഡെമോക്രാറ്റ് നേതാക്കളും തമ്മിൽ നിർണായക ചർച്ചയും നടത്തും. ചർച്ച പൊളിഞ്ഞാൽ ഫെഡറൽ ഗവൺമെൻറ് ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടലിലേക്ക് അത് നയിക്കുമെന്ന് ട്രംപ് ഭീഷണിയും മുഴക്കിയിരുന്നു. ആകെ രാജിവെക്കുന്നത് 2.75 ലക്ഷം പേരാണ്. ഇവരെ തുടക്കത്തിൽ 8 മാസത്തെ ലീവിലേക്കാണ് പറഞ്ഞുവിടുക. ഈ 8 മാസവും ശമ്പളം ലഭിക്കും. വിരമിക്കൽ ആനുകൂല്യമായി മൊത്തം $14.8 ബില്യൺ ഏകദേശം 1.30 ലക്ഷം കോടി രൂപ ഭീമമായ ചിലവ് ട്രംപ് ഭരണകൂടം നേരിടും. എന്നാൽ ഇത്രയും പേർ രാജിവയ്ക്കുന്നത് വഴി പ്രതിവർഷം $28 ബില്യൺ ഗവൺമെൻറ്റിന് ലാഭിക്കാനാകുമെന്നാണ് വൈറ്റ് ഹൗസിൻ്റെ വിലയിരുത്തൽ. അതേസമയം പലരെയും നിർബന്ധിച്ച് പദ്ധതിയിൽ ചേർക്കുകയായിരുന്നു എന്നാണ് ആരോപണം. വിദേശ നിർമ്മിത സിനിമകൾക്ക് 100% തീരുവ ഏർപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US-ലെ സിനിമാ വ്യവസായത്തെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തൻ്റെ തീരുമാനമെന്ന് ട്രംപ് പറഞ്ഞു. US-ൽ നിർമ്മിക്കാത്ത ഗൃഹോപകരണങ്ങൾക്ക് ഗണ്യമായ തീരുവയും ചുമത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. അതേസമയം ഇന്ത്യൻ സിനിമകളുടെ വിദേശ ബോക്സ് ഓഫീസിൻ്റെ ഏകദേശം 35 മുതൽ 40% വരെ സംഭാവന ചെയ്യുന്നത് US ആണ്. ട്രംപിൻ്റെ തീരുമാനം ബോളിവുഡിനും ഇന്ത്യയിലെ പ്രാദേശിക സിനിമാ വ്യവസായത്തിനും തിരിച്ചടിയാകും. ട്രംപിൻ്റെ തീരുമാനം നടപ്പിലായാൽ ടിക്കറ്റ് വിലയിലും ചിലവ് കൂടും. സമസ്ത മേഖലയിലും സർക്കാരിന് സാമ്പത്തിക കെടുകാര്യസ്ഥതയെന്നും ഇത്രയേറെ ട്രഷറി സ്തംഭനവും പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതും ഈ സർക്കാരിൻ്റെ കാലത്താണെന്നും അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷം ആരോപിച്ചു. സാമ്പത്തിക ഞെരുക്കമുണ്ടെങ്കിലും പ്രതിസന്ധിയില്ല എന്നും ആഭ്യന്തര നികുതി വരുമാനം വർദ്ധിച്ചുവെന്നും ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. സംസ്ഥാനത്തെ ധനസ്ഥിതിയിൽ 2.5 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയം തള്ളി. സർക്കാരിന്റെ ധനമാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നതെന്ന് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. ഗ്രാന്റുകൾ മുഴുവൻ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കിടയിലും ആഭ്യന്തര നികുതി വരുമാനം വർദ്ധിച്ചതുകൊണ്ടാണ് കേരളം മുന്നോട്ടു പോകുന്നതെന്ന് ഭരണപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. GST വരുമാനത്തിൽ 2.58% കുറവുണ്ടെന്നും സമസ്ത മേഖലയിലും സർക്കാരിന്റെ കെടുകാര്യസ്ഥത കാണാനാകുമെന്നും പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മാത്യു കുഴൽനാടൻ ആരോപിച്ചു. അഗ്രികൾച്ചറിൽ ഇതുവരെ 20% മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതുപോലെ അർബൻ ഡെവലപ്മെന്റിൽ 23%, സഹകരണ മേഖലയിലാണ് 11%, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ 15.7%, ഇൻഡസ്ട്രി 23%,
ഊർജം എന്ന് പറയുന്നത് 0% ആണ് സാർ കാണിക്കുന്നത്. എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നതെന്ന് കാണിക്കുന്നതിന്റെ ചെറിയൊരു സൂചനയാണ് സാർ. ഇതിന്റെ എല്ലാം വേദന പ്രയാസം അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം വിവിധ മേഖലകളിലെ കുടിശ്ശിക ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷ നേതാവ് ഇത്രയേറെ തവണ ട്രഷറി സ്തംഭനം മറ്റൊരു സർക്കാരിന്റെ കാലത്തും ഉണ്ടായിട്ടില്ലെന്ന് വിമർശിച്ചു. ബാറുകളുടെ എണ്ണം ഉയർന്നിട്ടും ആനുപാതികമായി നികുതി വരുമാനം വർദ്ധിച്ചിട്ടില്ല എന്നും സ്വർണ്ണവില കുതിച്ചുയർന്നിട്ടും നികുതി പിടിച്ചെടുക്കാനാകുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. വികസന രംഗത്തും ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും സർക്കാർ നടത്തേണ്ട അത്യാവശ്യം പർച്ചേസുകളിലുമെല്ലാം ഗുരുതരമായ തകർച്ചയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗ്രാന്റുകൾ വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാരിനെ പഴിചാരിയും സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയുമാണ് ധനമന്ത്രി അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകിയത്. ഒരു വർഷം ശരാശരി 57,000 കോടി രൂപയായി കേന്ദ്രവിഹിതം കുറഞ്ഞിട്ടും കേരളം മുന്നോട്ടു പോകുന്നത് ധനകാര്യ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ഐ ഡോണ്ട് കെയർ എന്നതല്ല സർക്കാരിന്റെ സമീപനമെന്നും എല്ലാവരെയും ചേർത്തു നിർത്തുന്ന സർക്കാരാണെന്നും പ്രതിപക്ഷത്തെ കുത്തി ധനമന്ത്രി പറഞ്ഞു. ഇനിയിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ബുദ്ധിമുട്ടിടയിലും മാനേജ് ചെയ്യുന്ന ഈ സർക്കാരിന് കഴിയും എന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നത്. വെറുതെ പറയുന്നതല്ല സർ. കേരളത്തിനകത്ത് നമ്മൾ 500 കോടി നമ്മൾ മുടക്കുമ്പോൾ 500 കോടി ഇവർ തരണം. ഇതാ കണക്ക്. നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ കൊടുത്തേക്കുന്ന 500 കോടി അഡ്വാൻസ് ചെയ്തിട്ട് അതിന്റെ കൂടി റീഇംബേഴ്സ്മെന്റ് അത്രയും കൂടി തരാത്തതുകൊണ്ടാണ് പണി നിൽക്കുന്നത്. ഞങ്ങൾ അതിന് പുറകോട്ട് പോകുന്നില്ല. പക്ഷേ സാർ, ചർച്ചയ്ക്കൊടുവിൽ പ്രമേയം തള്ളിയതായി സ്പീക്കർ അറിയിച്ചു. ഈ സഭാ സമ്മേളനത്തിലെ 4ാമത്തെ അടിയന്തര പ്രമേയമാണ് സർക്കാർ ചർച്ചയ്ക്കെടുക്കുന്നത്. പോലീസിന്റെ വീഴ്ചയും മെഡിക്കൽ കോളേജിലെ ഉപകരണ പ്രതിസന്ധിയും വിലക്കയറ്റവും അടിയന്തര പ്രമേയമായി സഭയിൽ ചർച്ച ചെയ്തിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എതിർപ്പറിയിച്ച് കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കുവാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയാണ് പ്രമേയം അംഗീകരിച്ചത്. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ തുടക്കം മുതലേ എതിർക്കുന്നവരാണ് സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഷ്കരണ നടപടികൾ മതിയെന്ന നിലപാട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമസഭയിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലാണെന്നും ദേശീയ പൗരത്വ രജിസ്റ്റർ വളഞ്ഞ വഴിയിലൂടെ നടപ്പാക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആക്ഷേപം വ്യാപകമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ SIR നടപ്പാക്കാനുള്ള നീക്കം നിഷ്കളങ്കമായി കാണാനാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിടുക്കപ്പെട്ട് SIR നടത്തുന്നത് ദുരുദ്ദേശപരമാണ്. ഇതിനു മുൻപ് 2002 കേരളത്തിൽ വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധന നടന്നത്. ഇപ്പോൾ പുനഃപരിശോധന നടത്തുന്നത് 2002 അടിസ്ഥാനമാക്കിയാണെന്നതും അശാസ്ത്രീയമാണ്. മൗലികാവകാശത്തെ ഹനിക്കുന്ന ഇത്തരം നടപടികളിൽ നിന്നും പിന്തിരിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി വോട്ടർ പട്ടിക പുതുക്കൽ നടത്തണമെന്ന് ഈ നിയമസഭ ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷം പ്രമേയത്തെ പിന്തുണച്ചു. പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് പ്രമേയം പാസാക്കിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കരൂർ ദുരന്തത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ ഗുരുതര ആരോപണം. വിജയ് റാലിക്കെത്താൻ വൈകിയത് മനഃപൂർവ്വമാണെന്ന് FIR-ലെ പരാമർശമുണ്ട്. അതേസമയം കേന്ദ്രം നിയോഗിച്ച 8-അംഗ NDA സംഘം കരൂർ സന്ദർശിക്കും. കരൂരിലെ റാലി വിജയ് മനഃപൂർവ്വം വൈകിപ്പിച്ചെന്നാണ് FIR-ലെ പരാമർശം. കൂടുതൽ ആളുകളെ എത്തിക്കാനായി പരിപാടി 4 മണിക്കൂർ വൈകിപ്പിച്ചു. 10,000 പേരുടെ പരിപാടിക്കാണ് അനുമതി നൽകിയത്. എന്നാൽ അനുമതി നൽകിയതിലും കൂടുതൽ ആളുകൾ പരിപാടിക്കെത്തി. ഇത് തിരക്ക് വർദ്ധിക്കാൻ കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അനുമതിയില്ലാതെയാണ് റോഡ് ഷോ നടത്തിയതെന്നും FIR-ലുണ്ട്. ജനക്കൂട്ടത്തെ ആകർഷിക്കാനും പാർട്ടിയുടെ ശക്തി പ്രകടിപ്പിക്കാനുമായിരുന്നു അനുമതിയില്ലാതെ റോഡ് ഷോ നടത്തിയത്. അനുമതിയില്ലാതെ റോഡിൽ നിർത്തി സ്വീകരണം ഏറ്റുവാങ്ങി. TVK നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടും അനുസരിച്ചില്ലെന്നും FIR-ൽ പരാമർശമുണ്ട്. ഈ സാഹചര്യത്തിലാണ് TVK ഭാരവാഹികളെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം. അതേസമയം വിജയ് കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നാണ് പുറത്തുവരുന്ന അനൌദ്യോഗിക വിവരങ്ങൾ.
പണയൂരിലെ വീട്ടിലായിരുന്ന വിജയ് രാവിലെ പട്ടണം പക്കത്തെ വീട്ടിലേക്ക് മാറി. TVKയുടെ രണ്ടാമത്തെ ഓഫീസ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. അതിനിടെ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ കരൂർ സന്ദർശിക്കുന്നതിനായി 8-അംഗ NDA സംഘത്തെ നിയോഗിച്ചു. ഹേമമാലിനി MPയുടെ നേതൃത്വത്തിലാണ് സംഘം കരൂരിൽ എത്തുക. രാഹുൽ ഗാന്ധി വിജയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടി. TVK റാലിയിൽ ആളുകൾ മരിക്കാനിടയായ സംഭവത്തിൽ അനുശോചനം അറിയിച്ചെന്നും ഫോൺ വിളിക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഇല്ലെന്നുമാണ് കോൺഗ്രസിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കരൂർ ദുരന്തത്തിൽ മരണം 41ആയി 50 പേർ ചികിത്സയിൽ തുടരുകയാണ്. അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന TVKയുടെ ഹർജി മദ്രാസ് ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചില്ല. ഹർജി വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് പരിഗണിക്കും. അതിനിടെ വിജയ്ക്ക് ദുരന്തസ്ഥലം സന്ദർശിക്കുവാനുള്ള അനുമതി നൽകാനാകില്ല എന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ അന്വേഷണം സ്വതന്ത്ര ഏജൻസിക്ക് കൈമാറണമെന്ന വിജയുടെ പാർട്ടി TVK നൽകിയ ഹർജിയാണ് മദ്രാസ് ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിയത്. ഇന്നത്തെ പ്രത്യേക സിറ്റിംഗ് റദ്ദാക്കിയതായി ജഡ്ജിമാർ അറിയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച അവധിക്കാല ബെഞ്ച് ഹർജി പരിഗണിക്കും. സംഭവവുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ സംരക്ഷിക്കാൻ നടപടി വേണമെന്നും TVK കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കരൂർ ദുരന്തത്തിൽ ഉത്തരവാദികളായ തമിഴക വെട്രിക്കഴകത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജിയും സമർപ്പിച്ചിട്ടുണ്ട്. അതിനിടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലെത്തി. ദുരന്തം നടന്ന സ്ഥലം സന്ദർശിച്ചു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും കേന്ദ്രമന്ത്രി സന്ദർശിച്ചു. പരിക്കേറ്റ 55 പേർ ആശുപത്രി വിട്ടെന്നും നിലവിൽ 50 പേരാണ് ചികിത്സയിൽ കഴിയുന്നതെന്നും അധികൃതർ അറിയിച്ചു. ഇതിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. ദുരന്തത്തിന് ശേഷം മൗനം തുടർന്ന വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. എക്സിൽ പങ്കുവച്ച ഒരു കുറിപ്പല്ലാതെ മറ്റ് പ്രതികരണങ്ങളൊന്നും വിജയ് നടത്തിയിരുന്നില്ല. ദുരന്തത്തിന് ശേഷം ചെന്നൈ നീലങ്കരയിലെ വസതിയിലായിരുന്ന വിജയ് പുറത്തിറങ്ങിയെങ്കിലും കരൂരിലേക്ക് പോകുമോ എന്നതിൽ വ്യക്തതയില്ല. ദുരന്തസ്ഥലം സന്ദർശിക്കാനുള്ള അനുമതി വിജയ്ക്ക് നൽകാനാകില്ലെന്ന് പോലീസും അറിയിച്ചു. അതിനിടെ വിവിധയിടങ്ങളിൽ വിജയ്ക്കെതിരെ പോസ്റ്റർ ഉയർന്നു. കൊലയാളിയായ വിജയെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററാണ് കരൂർ നഗരത്തിൽ പതിച്ചിരിക്കുന്നത്. തമിഴ്നാട് വിദ്യാർത്ഥി കൂട്ടായ്മ എന്ന പേരിലാണ് ചോര പുരണ്ട കൈയുമായി നിൽക്കുന്ന വിജയുടെ ചിത്രങ്ങളോടെയുള്ള പോസ്റ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. പോസ്റ്ററുകൾക്ക് പിന്നിൽ DMKയും സെന്തിൽ ബാലാജിയുമാണെന്ന് TVK ആരോപിക്കുന്നു. അതേസമയം വിജയ്ക്കെതിരെ തുടക്കത്തിൽ നടപടി വേണ്ടെന്നാണ് DMKയിലെ ധാരണ. അതിനിടെ രാഹുൽ ഗാന്ധി വിജയിയെ വിളിച്ച് ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി വിജയിയുമായി സംസാരിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. പരാതികളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി പങ്കുവയ്ക്കാൻ കഴിയുന്ന പദ്ധതി CM with me കണക്ട് സെന്റർ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കോൾ സെന്ററിൽ ജനങ്ങൾ പരാതിയും നിർദ്ദേശങ്ങളും നൽകിയാൽ 48 മണിക്കൂറിനുള്ളിൽ മറുപടി ലഭിക്കും. ഉദ്ഘാടന ശേഷം കോൾ സെന്ററിലേക്ക് വന്ന ആദ്യ കോൾ നടൻ ടൊവിനോ തോമസിൻ്റെതായിരുന്നു. ഈ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ എടുത്ത ആദ്യ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു വാതിൽപ്പടി സേവനങ്ങൾ ലഭ്യമാക്കുക എന്നത്. അതിൻ്റെയെല്ലാം തുടർച്ചയാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്ന CM with me കോൾ സെൻ്റർ. മുഖ്യമന്ത്രിയുമായി ജനങ്ങൾക്ക് നേരിട്ട് സംവദിക്കാനും പരാതികളും ആവശ്യങ്ങളും പറയുന്നതിനോടൊപ്പം സർക്കാരിന്റെ ദൈനംദിന നിർവഹണത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനുമുള്ള അവസരം കൂടിയാണ് CM with me. 24 മണിക്കൂറും കോൾ സെന്റർ പ്രവർത്തിക്കും. ഓരോ കോളിനും 48 മണിക്കൂറിനുള്ളിൽ തന്നെ മറുപടിയും ലഭിക്കും. എല്ലാ വകുപ്പുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ ഇതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. തിരുവനന്തപുരത്തെ കോൾ സെന്ററിൽ എല്ലാ വകുപ്പുകൾക്കും ഓരോ സെന്റർ ഓഫീസർമാരുണ്ട്. ഇവർ ഓരോ കോളും അതാത് ജില്ലാ നോഡൽ ഓഫീസർമാരെ അറിയിച്ച സ്റ്റേറ്റ് നോഡൽ ഓഫീസർമാർ വഴി ഇതിന്റെ മറുപടിയും പരിഹാര നിർദ്ദേശങ്ങളും ബന്ധപ്പെട്ടവരെ അറിയിക്കും. ഉദ്ഘാടന വേദിയിൽ വന്ന ആദ്യ കോൾ നടൻ ടൊവിനോ തോമസിൻ്റെതായിരുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സംസാരിച്ച് മറുപടിയും നൽകി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്നമാണ് ഈ പറയുന്ന സിറ്റിസൺ കണക്ട് സെന്റർ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്കിവിടെ ഒരു എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, കോൾ സ്വീകരിക്കുന്ന എക്സിക്യൂട്ടീവ്സ് ഉണ്ട്. 10 പേര് 3 ഷിഫ്റ്റ് വെച്ചിട്ട് 24 മണിക്കൂറും ഈ എക്സിക്യൂട്ടീവ്സ് ഇവിടെ അവൈലബിൾ ആണ്. നവകേരളം കൊണ്ട് സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ഒരു പുതിയൊരു കാൽവയ്പായി അല്ലെങ്കിൽ പുതിയൊരു ചുവടുവയ്പായി ഈ CM with me എന്ന് പറയുന്ന ഈ പുതിയ പരിപാടിയെ അങ്ങനെ തന്നെയാണ് സർക്കാർ കാണുന്നത്. അത് തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറാമാൻ സുനിലിനൊപ്പം അൻഫിൽ ഡിസൂസ, അമൃത ന്യൂസ്. പലസ്തീൻ ജനതയ്ക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡറായ അബ്ദുള്ള അബു ഷാവേഷിനോടാണ്
മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പിന്തുണ അറിയിച്ചത് നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരുന്നു കൂടിക്കാഴ്ച. UN പ്രമേയത്തിനനുസൃതമായി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമായിട്ടുള്ള പലസ്തീൻ രാഷ്ട്രം സാധ്യമാക്കാനും പശ്ചിമേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കാനും ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര സമൂഹവും അടിയന്തരമായി പ്രവർത്തിക്കണമെന്നതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇസ്രായേലി അധിനിവേശവും പലസ്തീൻ നേരിടുന്ന പ്രശ്നങ്ങളും അംബാസഡർ വിശദീകരിച്ചു. ഈ നിർണായക സന്ദർഭത്തിൽ കേരളം നൽകുന്ന പിന്തുണ മഹത്തരമാണെന്നും അംബാസഡർ മറുപടി നൽകി. പലസ്തീൻ ഐക്യദാർഢ്യ സംഗമം നടത്താനൊരുങ്ങി LDF. ഒക്ടോബർ 2-ന് കോഴിക്കോടാണ് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുക. ന്യൂനപക്ഷ സംഘടനകളിലെ നേതാക്കൾക്ക് വേദിയിൽ ഇടമുണ്ടാകില്ല. അയ്യപ്പ സംഗമത്തിന്റെ ക്ഷീണം തീർക്കാൻ പലസ്തീൻ ഐക്യദാർഢ്യ സംഘവുമായി LDF. മുതലക്കുളം മൈതാനിയിൽ 10,000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിക്കുന്നത്. ന്യൂനപക്ഷ സംഘടനകളിലെ നേതാക്കളും സമുദായ പണ്ഡിതരും പ്രത്യേക ക്ഷണിതാക്കളാവില്ല. അവരെയൊക്കെ ഞങ്ങൾ ഓഡിയൻസായിട്ട് ക്ഷണിക്കുകയല്ലേ. ഇത് LDFന്റെ ആഭിമുഖ്യത്തിൽ തന്നെയാണ്. ഇതിപ്പോൾ ഇദ്ദേഹം വരുന്ന സമയത്ത് കേരളത്തിലെ ഒരു സ്വീകരണം കോഴിക്കോടാണ് പ്ലാൻ ചെയ്തത്. അത് അവിടെ നിന്ന് സ്റ്റേറ്റ് തലത്തിൽ തന്നെ ആലോചിച്ച പരിപാടിയാണ്. പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള M. അബ്ദുൾ ഷാവേസ് മുഖ്യാതിഥിയാവുന്ന ഐക്യദാർഢ്യ സംഗമം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുക. അയ്യപ്പ സംഗമത്തിന് പകരമല്ല പലസ്തീൻ ഐക്യദാർഢ്യ സംഗമമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചോ മറ്റു വിഭാഗങ്ങളെ സംബന്ധിച്ചോ ഒന്നും അങ്ങനെ ഒരു വിഷയമില്ല. കാരണം കേരളം മുറുകെ പിടിക്കുന്നത് മതേതരത്വമാണ്, മതനിരപേക്ഷതയാണ്. ആ മതേതരത്വത്തിനും മതനിരപേക്ഷതയ്ക്കും അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് ഇന്ന് ആരാധനാലയങ്ങളെ വർഗീയവൽക്കരിക്കുന്ന BJPയുടെ കാവ്യവൽക്കരണ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് മതനിരപേക്ഷതയ്ക്ക് ഏറ്റവും വലിയ ഒരു സംഭവമാണ് അയ്യപ്പ സംഗമം. ന്യൂനപക്ഷ സംഘടനകളിലെ ഉൾപ്പെടെ എല്ലാവരെയും ക്ഷണിക്കും, പക്ഷേ പ്രാസംഗികരായിരിക്കില്ല. ഭരണഘടനാ സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ LDF നേതാക്കൾ മാത്രമാകും വേദിയിലുണ്ടാവുക. അമൃത ന്യൂസ്, കോഴിക്കോട്. UAE-യിലേക്ക് സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ സന്ദർശക വിസയിൽ എത്തിക്കുവാനുള്ള മാനദണ്ഡങ്ങളിൽ വ്യക്തത വരുത്തി ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി. കുറഞ്ഞത് 4,000 ദിർഹം പ്രതിമാസം ശമ്പളമുള്ളവർക്ക് മാത്രമേ അടുത്ത ബന്ധുക്കളെ UAE-യിലേക്ക് സന്ദർശക വിസയിൽ കൊണ്ടുവരാൻ സാധിക്കൂ. അകന്ന ബന്ധുക്കളുടെ സന്ദർശക വിസ സ്പോൺസർ ചെയ്യാൻ കുറഞ്ഞത് 8,000 ദിർഹം പ്രതിമാസ ശമ്പളം വേണം. എന്നാൽ സുഹൃത്തുക്കളെ സ്പോൺസർ ചെയ്യാൻ 15,000 ദിർഹമാണ് പ്രതിമാസ ശമ്പളമായി നിശ്ചയിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ്, നിർമ്മിത ബുദ്ധി, വിനോദം തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധർക്കായി പുതിയ വിസകളും വിധവകൾക്കും വിവാഹ മോചിതർക്കും സ്പോൺസർ ഇല്ലാതെയുള്ള താമസാനുമതി വിസയും UAE പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ നികുതി റിട്ടേണുകളും ആവശ്യമായ സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകളും സമർപ്പിക്കാത്തതിനെ തുടർന്ന് ഇന്ത്യൻ കമ്പനി ഉൾപ്പെടെ 3 വിദേശ കമ്പനികളുടെ ലാഭം കണക്കാക്കി ആദായ നികുതി ചുമത്താൻ തീരുമാനം. പിഴ കൂടി ഉൾപ്പെടുത്തി 3 കമ്പനികളിൽ നിന്നായി ആകെ 3,79,30,35,000 കുവൈറ്റ് ദിനാറാണ് കുടിശ്ശികയായി ഈടാക്കുക. ആദ്യത്തേത് ബ്രിട്ടീഷ് കമ്പനിയും രണ്ടാമത്തേത് ഇന്ത്യൻ കമ്പനിയും മൂന്നാമത്തെ ഫ്രഞ്ച് കമ്പനിയുമാണ്. 2014 ഡിസംബർ 31 മുതൽ 2024 ഡിസംബർ 31 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ നികുതി റിട്ടേണുകൾ സമർപ്പിക്കാതെ വീഴ്ച വരുത്തിയതാണ് ധനമന്ത്രാലയം പിഴ ഈടാക്കാൻ കാരണം. 2025 നുംബിയോ ഡേറ്റ അനുസരിച്ചുള്ള ജീവിത നിലവാര സൂചികയിൽ സൗദിയിലെ വാണിജ്യ നഗരമായ ജിദ്ദ നഗരത്തിന് സൗദി അറേബ്യയിൽ 1-ാം സ്ഥാനം. ലോകത്ത് 74-ാം സ്ഥാനവും അറബ് ലോകത്ത് 2-ാം സ്ഥാനവും ജിദ്ദയ്ക്കുണ്ട്. അറബ് ലോകത്ത് ഒമാനിലെ മസ്കത്തിന് ആണ് 1-ാം സ്ഥാനം. സുരക്ഷ, ആരോഗ്യം, അടിസ്ഥാന സൗകര്യ വികസനം, ആധുനിക പൊതുസൗകര്യങ്ങൾ എന്നിവയിലെല്ലാം ജിദ്ദ കൈവരിച്ച നേട്ടങ്ങളാണ് ഈ ഉയർന്ന റാങ്കിങ്ങിന് കാരണം. വിഷൻ 2030-ന്റെ ഭാഗമായിട്ടുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് പദ്ധതിയുടെ കീഴിൽ ജിദ്ദ നഗരസഭ നിരവധി പദ്ധതികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇത് നഗരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുത്തു. 5 കിലോമീറ്ററിലധികം നീളമുള്ള വാട്ടർ ഫ്രണ്ട് പദ്ധതിയാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. കേരളത്തിൻ്റെ വികസന തുടർച്ചയ്ക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മുൻ മന്ത്രി KK ശൈലജ ടീച്ചർ. കുവൈറ്റിൽ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കല കുവൈറ്റ് സംഘടിപ്പിച്ച വിളംബര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു KK ശൈലജ. സമാനതകളില്ലാത്ത വികസന കുതിപ്പാണ് കഴിഞ്ഞ 9 വർഷം കേരളം കണ്ടത്. അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ കല കുവൈറ്റ് പ്രസിഡന്റ് മാത്യു ജോസഫ് അധ്യക്ഷത വഹിച്ചു. ലോക കേരള സഭാംഗം R. നാഗനാഥൻ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നവംബർ 7-ന് നടക്കുന്ന കലയുടെ മെഗാ സാംസ്കാരിക മേള മേഘമൽകാർ 2025-ന്റെ മുന്നോടിയായാണ് വിളംബര സമ്മേളനം സംഘടിപ്പിച്ചത്. കുവൈറ്റിൽ പ്രവാസി ഡോക്ടറെ വ്യാജ മയക്കുമരുന്ന് കേസിൽ കൊടുക്കാൻ ശ്രമിച്ച സഹപ്രവർത്തകയായ ഡോക്ടർമാർക്കും 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ 6 പേർക്ക് 5 വർഷം തടവും 5,000 കുവൈറ്റി ദിനാർ പിഴയും വിധിച്ചു.
കുവൈറ്റ് മേൽക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ, കുവൈറ്റി വനിതാ ദന്ത ഡോക്ടർ, ഒരു ഇറാഖി യുവതി, ഒരു ബിദുനി എന്നിവർക്ക് എതിരെയാണ് കേസ്. മയക്കുമരുന്ന് കേസിൽ കുടുക്കി ഇരയെ നാട് കടത്തണമെന്ന ഉദ്ദേശത്തോടെയായിരുന്നു കൃത്യം നടത്തിയത്. തൊഴിലിടത്തിലുണ്ടായ പകയാണ് ഇതിന് കാരണം. ഇതിനായി ഇവർ സുഹൃത്തുക്കളായ 2 പോലീസ് ഉദ്യോഗസ്ഥരെ ഏർപ്പാട് ചെയ്യുകയും ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയി അയാളുടെ വാഹനത്തിൽ മയക്കുമരുന്ന് ഒളിപ്പിച്ച കേസിൽ കുടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. മിഡിൽ ഈസ്റ്റ് കാർ വിപണിയിൽ ഏറ്റവും പുതിയ മോഡലായ സീക്കർ 7X എന്ന ആഡംബര കാറിനെ അവതരിപ്പിച്ച് പ്രീമിയം മൊബിലിറ്റി ചൈനീസ് ബ്രാൻഡായ സീക്കർ ദുബായിൽ നടന്ന വമ്പൻ ലോഞ്ചിങ്ങിൽ തന്നെ 2 ബാച്ച് വാഹനങ്ങളാണ് വിൽപ്പന നടത്തിയത്. സീക്കർ 7X എന്ന ഏറ്റവും പുതിയ പ്രീമിയം കാറിന്റെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക വിപണിയിലേക്കുള്ള പ്രവേശനമാണ് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്നത്. കാറിനുള്ളിലെ ലക്ഷറി സങ്കല്പങ്ങളുടെ പൂർണ്ണതയെന്ന വിശേഷണത്തോടെയാണ് സീക്കർ 7X എന്ന ഓൾ പർപ്പസ് SUV ദുബായിൽ നടന്ന വമ്പൻ ചടങ്ങിൽ ലോഞ്ച് ചെയ്തത്. പെർഫോമൻസ്, ആഡംബരം, ഡിസൈൻ തുടങ്ങി അടിമുടി ഗ്ലാമറസ് ആണ് സീക്കർ 7X. ശാന്തമായ രൂപഭംഗിയിൽ മറഞ്ഞിരിക്കുന്ന ഊർജം എന്ന സങ്കല്പത്തിലാണ് കാറിന്റെ ഡിസൈൻ. ഓട്ടോമാറ്റിക് ഫ്രെയിംലെസ് ഡോറുകൾ, 93 ഇഞ്ച് സ്റ്റാർഗേറ്റ് ഇന്റഗ്രേറ്റഡ് സ്മാർട്ട് ലൈറ്റ് കർട്ടൻ, ഉള്ളിൽ 3 മോഡുകളിൽ 12 കളറുകളുള്ള ഐസ് ബ്ലാക്ക് ക്രിസ്റ്റൽ ആംബിയൻ ലൈറ്റുകൾ, സൂപ്പർ ലാർജ് പനോരമിക് സൺറൂഫ്, 13.02 ഇഞ്ച് സ്മാർട്ട് ഡാഷ്ബോർഡ് എന്നിങ്ങനെ അത്യാധുനിക ഫീച്ചറുകളെല്ലാമുണ്ട് സീക്കർ 7Xൽ. 21 സ്പീക്കറുകളുള്ള സൗണ്ട് സിസ്റ്റം കൺസേർട്ട് ഹാളിലെ ഫീൽ നൽകുമെന്നാണ് നിർമ്മാതാക്കളുടെ വാഗ്ദാനം. 100 കിലോമീറ്റർ വേഗം കൈവരിക്കാൻ വെറും 3.8 സെക്കൻഡ് മാത്രം മതി. ഒറ്റ ചാർജിങ്ങിൽ 615 കിലോമീറ്ററാണ് റേഞ്ച്. യൂറോ NCP 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗുമുണ്ട് സീക്കർ 7Xന്. 100 കിലോമീറ്റർ വേഗതയിലായാൽ പോലും 34.9 മീറ്റർ ദൂരത്തിനുള്ളിൽ ബ്രേക്ക് ചെയ്ത് നിർത്താനും സാധിക്കും. 5 വർഷ ഉൽപാദക വാറണ്ടി, ബാറ്ററിക്ക് 8 വർഷത്തെ ഉൽപാദക വാറണ്ടി എന്നിവയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. ഗീലി ഗ്രൂപ്പിന് കീഴിലുള്ള പ്രീമിയം മൊബിലിറ്റി ടെക്നോളജി ബ്രാൻഡാണ് സീക്കർ. അമൃത ന്യൂസ്, ദുബായ്. സൗദിയിൽ ബിനാമി ബിസിനസ് കേസിൽ കുറ്റക്കാരായ പ്രവാസിക്കും സൗദി പൗരനും സൗദിയിലെ അസീർ അപ്പീൽ കോടതി 40,000 റിയാൽ പിഴ ചുമത്തി. വിദേശ നിക്ഷേപക ലൈസൻസ് ഇല്ലാതെ അബുഹയിൽ ടൂറിസ്റ്റുകൾക്ക് പാർപ്പിട യൂണിറ്റുകൾ വാടകയ്ക്ക് നൽകുന്ന മേഖലയിൽ ബിസിനസ് സ്ഥാപനം നടത്തിയതിൻ്റെ പേരിലാണ് ശിക്ഷിച്ചത്. യമനി പൗരന്മാരാണ് പിടിയിലായത്. ബിനാമി സ്ഥാപനം അടച്ചുപൂട്ടാനും ലൈസൻസും കൊമേഴ്ഷ്യൽ രജിസ്ട്രേഷനും റദ്ദാക്കാനും വിധിച്ചിട്ടുണ്ട്. സൗദിയിൽ തൊഴിൽ സംബന്ധമായ പരിക്കുകളുടെ നിരക്ക് 6 വർഷത്തിനുള്ളിൽ 41% കുറഞ്ഞുവെന്ന് സൗദി നാഷണൽ കൗൺസിൽ ഫോർ ഒക്യുപ്പേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അറിയിച്ചു. രോഗങ്ങൾ നേരത്തെ കണ്ടെത്തുന്നതിനും ജോലിസ്ഥലത്ത് തൊഴിലാളികളുടെ ആരോഗ്യത്തിന് പരിചരണം നൽകുന്നതിനും സഹായിക്കുന്ന തൊഴിൽ സംവിധാനങ്ങളുടെ ലഭ്യതയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കേസിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്. സ്വർണ്ണപീഠവുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തണം. വിരമിച്ച ജഡ്ജി കണക്കെടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. സ്വർണ്ണാഭരണ രജിസ്റ്റർ അടക്കം പരിശോധിക്കണം. സ്ട്രോങ് റൂമിലെ കണക്കെടുക്കണം. അന്വേഷണത്തിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സ്വർണ്ണപ്പാളി തിരികെ സ്ഥാപിക്കാൻ അനുമതി നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചീഫ് വിജിലൻസ് ഓഫീസർ എന്ന് കോടതിക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും അടങ്ങിയിട്ടുള്ളതായി കോടതി വ്യക്തമാക്കി. ശബരിമലയിലുള്ള സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു കണക്കുമില്ല എന്ന വിവരമാണ് വിജിലൻസ് SP കോടതിയെ അറിയിച്ചിരിക്കുന്നത്. തിരുവാഭരണം രജിസ്റ്ററിലാണ് ശബരിമലയിലെ സ്വർണം സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. സ്വർണ്ണപ്പാളികളുടെയും പീഠത്തിൻ്റെയും രണ്ടാമതൊരു സെറ്റ് കൂടി ഉണ്ടെന്നും അത് ശബരിമലയിലെ സ്ട്രോങ് റൂമിലോ മറ്റോ ഉണ്ടാകുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ട്രോങ് റൂം അടക്കം വിജിലൻസ് പരിശോധിച്ചു. എന്നാൽ അത്തരത്തിലൊന്നും തന്നെ സ്ട്രോങ് റൂമിൽ ഇല്ലായിരുന്നുവെന്ന് വിജിലൻസ് കോടതി അറിയിച്ചു. ഈ സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണത്തിൻ്റെ അടക്കം മൂല്യനിർണ്ണയത്തിനായി ഒരു റിട്ടയർഡ് ജില്ലാ ജഡ്ജിയെ നിയമിക്കാനാണ് ഹൈക്കോടതിയുടെ തീരുമാനം. ഇനി കായിക വാർത്തകൾ നോക്കാം. ഏഷ്യ കപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ട്രോഫി മെഡലുകളുമായി കടന്നുകളഞ്ഞ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാക് ആഭ്യന്തരമന്ത്രിയുമായ മോസിൻ നഖ്വിക്കെതിരെ BCCI രംഗത്ത്. ട്രോഫി ഇന്ത്യക്ക് നൽകണമെന്നും നവംബർ ആദ്യവാരം ദുബായിൽ നടക്കുന്ന ICC യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്നും BCCI സെക്രട്ടറി ദേവജിത്ത് സൈക്കിയ പ്രതികരിച്ചു. ഏഷ്യ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻ മന്ത്രിയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനുമായ മോസിൻ നഖ്വി സമ്മാനദാന ചടങ്ങിൽ എത്തിയതോടെയാണ് ചടങ്ങിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങിയത്. നഖ്വിയിൽ നിന്ന് ഏഷ്യ കപ്പ് വാങ്ങാൻ ഇന്ത്യ വിസമ്മതിക്കുകയായിരുന്നു. പാകിസ്ഥാൻ മന്ത്രി എന്ന നിലയിലും നഖ്വിയുടെ പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുകളുടെ പശ്ചാത്തലത്തിലുമാണ് ഇന്ത്യയുടെ തീരുമാനം. എന്നാൽ നഖ്വിക്കൊപ്പം വേദി പങ്കിട്ട എമിറേറ്റ് ക്രിക്കറ്റ് ബോർഡ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സറൂണിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ഇന്ത്യ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു. എന്നാൽ നഖ്വി ഇത് അനുവദിച്ചില്ല. ഏഷ്യ കപ്പ് ട്രോഫി എടുത്തുകൊണ്ടുപോകാൻ നഖ്വി നിർദ്ദേശിക്കുകയായിരുന്നു.
വ്യക്തിഗത മെഡലുകൾ ഇന്ത്യൻ ടീം സ്വീകരിച്ചിരുന്നു. മറ്റു മെഡലുകളോ ട്രോഫിയോ ഏറ്റുവാങ്ങുന്നില്ലെന്ന് ICC അറിയിച്ചതായി കമന്റേറ്റർ അറിയിച്ചതോടെ ചടങ്ങുകൾ അവസാനിച്ചു. പിന്നാലെ നഖ്വി ഉൾപ്പെടെ എല്ലാ ICC ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം വിട്ടു. അതേസമയം നമ്മുടെ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ഇന്ത്യക്ക് ട്രോഫി സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് BCCIയുടെ നിലപാട്. എന്നാൽ അതിന്റെ പേരിൽ ട്രോഫിയും മെഡലുകളും മോസിൻ നഖ്വി അദ്ദേഹത്തിന്റെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നത് അനുവദിക്കാനാവില്ല എന്നും അത് ബാലിശമായ നടപടിയെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് സെക്രട്ടറി ദേവജിത് സൈക്കിയ വ്യക്തമാക്കി. So we have refused to take that trophy, but that does not mean that that gentleman will take the trophy and the medals which is to be given to our country to his own hotel room. So that is totally unexpected, and we hope semblance of morality, at least we are expecting that from him. And in any case, BCCI as well as we are going to lodge a very strong protest against the behavior of that gentleman in today's prize distribution ceremony. നവംബറിൽ ദുബായിൽ നടക്കുന്ന ICC യോഗത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് BCCI അറിയിച്ചിട്ടുണ്ട്. ആവേശകരമായ ഫൈനലിൽ പാകിസ്ഥാനെ 5 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ ഏഷ്യ കപ്പ് ചാമ്പ്യനായ ശേഷം ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.